ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. കുറേ ദിവസമായി ഉച്ചയ്ക്ക് ശേഷമുള്ള റീഡിങ് ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇപ്പോഴത്തെ സാഹചര്യവും മാനസികാവസ്ഥയൊക്കെ നമുക്കൊന്ന് നോക്കാം. ഏത് സിറ്റുവേഷനിലാണെന്ന് നോക്കാം. നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവർ പാസ്റ്റിലെ മെമ്മറീസ് അയവിറക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷത്തിലാണ് നിങ്ങളുടെ ആ പാസ്റ്റിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ആലോചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങളോട് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ഒരു വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പം ഒരു ഫാമിലി കാർഡാണ്. കുറേ ആൾക്കാർക്കും ഇതൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ ആദ്യ കാലത്ത് ജീവിച്ചിരുന്ന കാര്യങ്ങൾ, സന്തോഷിച്ചിരുന്ന കാര്യങ്ങൾ അവരുടെ ഓർമ്മയിൽ വരുന്നു എന്നുള്ളതാണ്. വേൾഡ് കാർഡും വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെ അഭിമാനവും സന്തോഷവും ഒക്കെ ആണെന്നാണ് കാണുന്നത് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ അവരുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതിലും അവരാകെ പോസിറ്റീവായിട്ട് കാണുന്നത് നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് എന്നുള്ളതാണ്. അപ്പം ഈ സമയം ഈ ഒരു വേൾഡ് കാർഡ് എന്ന് പറയുന്നത് അവരുടെ കഴുത്തിൽ ചുറ്റിയിട്ടുള്ള ഒരു ശരിക്കും ഒരു പാമ്പ് തന്നെ ഇവരിൽ ചുറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലല്ല ഈ സമയം ഉള്ളത് എന്നുള്ളതാണ് ഈ വേൾഡ് കാർഡ് പറയുന്നത്. പക്ഷേ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്കൊരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ തോന്നുന്നത്. നിങ്ങൾ കൂടെ വേണം എന്ന് ഈ സമയം അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണമെങ്കിൽ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദ ഹയറഫൻറ്റിൻ്റെ എനർജിയാണ് ഇതിൽ. അവരൊരു സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ എടുക്കുന്നൊരു സമയമാണ് ഈ ഒരു സമയം. അവർ ചിലപ്പോൾ പല ആൾക്കാർക്കും അവരുടെ ജീവിതത്തിൽ വളരെ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുന്നൊരു സമയമാണ്. അപ്പോൾ അവരതൊരു സ്പിരിച്വൽ കൗൺസിലറിനെ സമീപിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യം അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ പലതവണ പറഞ്ഞ കാര്യം അവർ ചെയ്യാതിരുന്നത് ഇപ്പോൾ അവർ ഒറ്റയ്ക്ക് നിങ്ങളറിയാതെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോർ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതും ഒരു ഹാപ്പി ഫാമിലിയാണ്. അപ്പോൾ അവർ ഫീലിങ്സ്, നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് വരുമ്പോൾ അവർ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെയാണ്. നിങ്ങൾ അവർക്കുള്ളൊരു നെസ്റ്റ് തന്നെയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം അവരുടെ ഷെൽട്ടർ നിങ്ങളാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. അതിപ്പം ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവരായിരിക്കണം എന്നൊന്നുമില്ല. പക്ഷേ അവർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഇത് രണ്ടും ഒരു വീടിൻ്റെ ഒരു എനർജിയാണുള്ളത്. അപ്പോൾ വീടെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വീട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നത്, അവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നത്, അവർ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കൂടെയാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവരിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ എന്നാലും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊരു സെക്യൂർഡ് ആണ് എന്നുള്ളൊരു തോന്നലുണ്ട് കേട്ടോ. ഇത് സ്ത്രീയാകാം പുരുഷനാകാം. പക്ഷേ ഇപ്പം എല്ലാവരും തന്നെ ഫാമിലിയോടൊപ്പം ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സെക്യൂർഡായിട്ട് ഇരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അവർ സെക്യൂർഡാണ്, അവർ പ്രൊട്ടക്റ്റഡ് ആണ് എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് ഉള്ളത്.
കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇതിനകത്ത് കുറച്ച് ധൈര്യമൊക്കെ വരുന്നു, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട് ഈ ഒരു സമയം. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങൾ, കുറേ അവർ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറേ ഉത്തരവാദിത്വങ്ങൾ ഈ സമയം അവർ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പാസ്റ്റിൽ ഇവർ ഒരു കാര്യവും ചെയ്യാതെ മടി പിടിച്ച് ഒളിച്ചോടിയ ആൾക്കാരായിരിക്കാം. പക്ഷെ ഇപ്പം അവർക്ക് ആ ഒരു ബോധം വരുന്നു എന്നാണ് കാണുന്നത്. സ്ട്രെങ്താണ് അതിനകത്ത് വീണ്ടും വന്നിട്ടുള്ളതൊരു അവരുടെ സ്ട്രെങ്ത് നിങ്ങളാണ് എന്നുള്ളൊരു തോന്നൽ അവർ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് അവർക്ക് കുറേയധികം പ്രശ്നങ്ങൾ അവർ പെട്ടുപോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊരു ധൈര്യം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് അവർ തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ എന്തായിരുന്നു, അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്തായിരുന്നു എന്നൊക്കെ അവർ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ഇതിൽ കുറേ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. കുറേ കാര്യങ്ങൾ അവർക്കിപ്പോൾ നേരിടേണ്ടതായിട്ടുണ്ട്, പക്ഷേ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു കോൺഫിഡൻസ് ഭയങ്കര കുറവാണ്. പക്ഷേ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിലൊരു കോൺഫിഡൻസ് വരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ അവർ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒറ്റയ്ക്ക്, ഒന്നിലധികം ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ഒറ്റയ്ക്ക് ഈ ഒരു സമയം ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് ചെയ്ത് തീർത്തിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം അവർ ശരിക്കും ബിസി ആയിട്ടുള്ളൊരു സമയമാണ്. ചില ആൾക്കാർ കുറച്ച് സാമ്പത്തികമായ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നും കൂടി പറയാം. കാരണം കുറേ പ്രശ്നങ്ങൾ ഈ ഒരു സമയം അവർക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കുറേ പൈസയ്ക്ക് ആവശ്യമുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയം അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാതിരിക്കുന്നു എന്നും കാണുന്നുണ്ട്. മാജീഷ്യനാണ്. അപ്പോൾ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. കാരണം ഇതിനകത്ത് നിങ്ങളെന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസ്സാണ്. അവരുടെ സന്തോഷവും സമാധാനവും അവരുടെ ധൈര്യവും ഒക്കെ നിങ്ങളാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. പാസ്റ്റിൽ ചിലപ്പോൾ ഇതൊന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. അവർക്ക് അവരുടേതായ സന്തോഷങ്ങൾ, അവരുടെ കൂടെയുള്ള ആൾക്കാരാണ് അവർക്ക് ഏറ്റവും വലുതെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ ഒരു സമയം നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൻ്റെ ഡെപ്ത് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവർ ഒരു സ്പിരിച്വൽ കൺസൾട്ടേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം. ഒരു അസ്ട്രോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ടാരോ റീഡറെയൊക്കെ ഇവർ കണ്ട് ഒരു കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളും ഇവരും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ ഇവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ സമയത്ത് ഇവരൊരു ഗൈഡൻസ് എടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ആ ഗൈഡൻസ് ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ വില എന്താണ്, നിങ്ങൾ എന്താണ്, ഈ ഒരു വ്യക്തിയുമായിട്ട് എന്ത് കണക്ഷനാണ് നിങ്ങൾക്കുള്ളത് എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. 10 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. വീണ്ടും ഒരു ഹാപ്പി ഫാമിലി കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അവരുടെ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നിങ്ങളവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതും ഒരു ഫാമിലി കാർഡാണ്. അപ്പോൾ അവർ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെയാണ് എന്നുള്ളതാണ്. വേറൊരിടത്ത് അവർക്ക് ഇത്രയും സെക്യൂർഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിരുന്നിരിക്കാം. നിങ്ങളും അവരും കൂടെ നല്ലൊരു സ്നേഹബന്ധത്തിലിരുന്ന സമയത്ത് ഫിനാൻഷ്യലി അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കാനുള്ളൊരു സാധ്യതയില്ല. കാരണം അവർക്ക് കുറേ ഐഡിയാസ് ഉണ്ടായിരിക്കാം. അവർ പുതിയ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിലേക്ക് സക്സസ് ആയിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെയായാലും ഈ 3 ഫാമിലി കാർഡും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഫാമിലി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സെക്യൂർഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ വീട്. അപ്പോൾ ആ ഒരു വീടാണ് നിങ്ങളാണ് അവരുടെ ആ ഒരു നെസ്റ്റ് കൂടെന്ന് പറയാമല്ലോ. അത് നിങ്ങളാണ് എന്ന് ഒരു തോന്നൽ അവർക്ക് ഈ ഒരു സമയം ശക്തമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല, ഇതൊരു ഹയറഫൻറ്റിൻ്റെ തൊട്ട് താഴെയാണ് അത് വന്നിട്ടുള്ളത്. അതൊരു ഗൈഡൻസിലൂടെ അവർക്ക് മനസ്സിലായ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ എന്താണ് എന്ന്. 6 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന തന്നിട്ടുണ്ടായിരിക്കില്ല, സ്നേഹം തന്നിട്ടുണ്ടായിരിക്കില്ല, മൂല്യം തന്നിട്ടുണ്ടായിരിക്കില്ല. ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് തരേണ്ടതായിരുന്നു, നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരേണ്ടതായിരുന്നു, അത് തന്നിട്ടില്ല എന്നുള്ളൊരു ബോധം ഈ ഒരു സമയം അവർക്കുണ്ട് എന്നാണ് കാണുന്നത്.
അപ്പോൾ അത് തരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു എഫേർട്ട്, ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു എനർജി അത് നിങ്ങൾക്ക് ഇനി തിരിച്ചു തരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവർ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ്, മജീഷ്യനാണ്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നുണ്ട് ഇനി എപ്പോഴെങ്കിലും ഒരു യൂണിയൻ ഉണ്ടായാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ആഗ്രഹത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരണം എന്നവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്, സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഈ ഒരു സമയം ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കുറേ മൽപ്പിടുത്തം നടത്തുന്നുണ്ട് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറേ കാര്യങ്ങൾ ഇവരെ കെട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പൈസയ്ക്ക്. അപ്പോൾ അതാണ് അവരുടെ സിറ്റുവേഷൻ. അവർക്ക് പക്ഷെ അത് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ട്. പക്ഷേ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. മൂൺ കാർഡാണ് അവരുടെ ഒരു ഇതിൽ ഹൈറഫൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇവർ ഇൻഡ്യൂഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ഒരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ ഇവർക്ക് അറിയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഇവരൊരു പാസ്റ്റ് ലൈഫ് റിഗ്രഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളും ഇവരും തമ്മിലൊരു കണക്ഷൻ എന്താണെന്ന് ഇവർ തിരിച്ചറിയുന്ന ഒരു സമയമാണിത്. പക്ഷേ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് പൊതുവെ അവർക്ക് അത്ര നല്ല ഒരു ഹാപ്പി മൂഡല്ല, വളരെ വിഷമിച്ചിരിക്കുന്നൊരു സമയമാണ്. പക്ഷേ നിങ്ങളെന്ന് പറയുന്നത് ശരിക്കും ഒരു കണക്റ്റഡ് ആണ്. നിങ്ങൾ കണ്ടില്ലെങ്കിലും ഫിസിക്കലി നിങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങളും അവരുമായിട്ട് എനർജറ്റിക്കലി നിങ്ങൾ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷനൊക്കെ ശരിക്കും നടത്തുന്നുണ്ടായിരിക്കും അവർ. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ അവരെക്കുറിച്ച് വരുന്നുണ്ടായിരിക്കാം. ഒരു കാർഡ് കൂടി എടുക്കാം. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇത് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു കോണ്ടാക്റ്റ് അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഉണ്ട്. ഇത് കാണുന്നുണ്ട്. സൺ ഗാർഡാണ്. ഗ്രേറ്റ് ഹാപ്പിനെസ് ആണ്, ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ സന്തോഷമാണ്, ഏറ്റവും വലിയ ഊർജമാണ് എന്നുള്ളതാണ്. അവരത് തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു സമയം. നിങ്ങളെന്താണെന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ഒരു പുതിയ തുടക്കമാണ്, പുതിയ പ്രതീക്ഷകളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു ഇൻഡ്യൂഷനൊക്കെ വർക്കാകുന്ന ഒരു സമയമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അവരതിന് ശ്രമിക്കുന്നുമുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല അവർ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് വീണ്ടും വീണ്ടും ആലോചിക്കുന്നു എന്നുള്ളതാണ് കാണണം. അപ്പം ഇതാണ് അവരുടെ ഫീലിങ്സും നിങ്ങളെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും ഒക്കെ. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.